നമ്മളിവിടെ ഇന്ന് ഈസി ആയിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒണിയൻ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുട്ടികളോട് എന്ത് വേണം ഉച്ചയ്ക്കെന്ന് ചോദിച്ചപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ലൈസ് ആക്കിയിട്ടുള്ള ഒരു ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുത്തി ചതച്ചതാണ് കേട്ടോ, അതും എടുത്ത് ചിക്കൻ്റെ മേലിട്ടു. ചിക്കൻ നമ്മൾ നോർമൽ കറിക്കുള്ള പീസ് പോലെയാണ് ആക്കിയിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് എരിവിനായിട്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇനി ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ടീസ്പൂണാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ 4 കയ്യിൽ തൈരാണ്. നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ. നമ്മൾ പാല് വാങ്ങിയിട്ട് തൈരിൽ ഒറൊഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തൈരാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലൊക്കെയാണ്. ഫ്രഷ് തൈരാണ്. അപ്പോൾ ആ ഒരു തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓയിൽ. അങ്ങനെ ലെമൺ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. വേപ്പില എടുക്കാനായിട്ട് പോവുകയാണ്. 1 മിനിറ്റ്. അങ്ങനെ നമുക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലും ലെമൺ ജ്യൂസും നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം കേട്ടോ. നമുക്ക് വേപ്പില ആഡ് ചെയ്യണം. അപ്പോൾ വേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് വേപ്പില എടുത്തിട്ടു. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു ലെമൺ ജ്യൂസും ഓയിലും നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു. അതുപോലെ തന്നെ ഓയിലും ഒഴിക്കുകയാണ് കേട്ടോ. ലെമൺ ജ്യൂസ് നമ്മൾ 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് ഒരു പുളിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത്, അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സ് നല്ല രീതിയിൽ കൈകൊണ്ട് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ചിക്കനിലേക്ക് എല്ലാ മസാലയും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് റൈസ് ശരിയാക്കാം. റൈസ് ശരിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കറുവാപ്പട്ടയാണ്. അതുപോലെ കറുവാപ്പട്ടയുടെ ഇലയുണ്ട്. അതുപോലെ തന്നെ സർവ്വസുഗന്ധിയുടെ ഇലയുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കുറച്ച് കുരുമുളക്, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പിന്നെ ഡ്രൈഡ് ലെമൺ ഇടുന്നുണ്ട്. കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് അരി ഇടാനായിട്ട്. ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ അരി ഒന്ന് വാഷ് ചെയ്ത് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് മന്തി റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു റൈസ് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്നായതുകൊണ്ട് നമ്മൾ അത്രയും ടൈം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല. നോർമലി നമ്മൾ മന്തി റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്.
ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ ഞാൻ കൊണ്ടോട്ട മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ പെരട്ട ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ ഗ്രേവി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ദമ്മ ഇടാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. ഡാൽഡയും അതുപോലെ തന്നെ ഓയിലും ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറ് പോലെയല്ല, നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ക്യാരറ്റും ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല, നമുക്ക് മൊബൈലിൽ സ്റ്റോറേജ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മളിതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഇതൊന്ന് എടുത്ത് അതിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ആഡ് ചെയ്യും. എന്നിട്ട് ലെയറായിട്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഗ്രേവിയുടെ മേലെ കുറച്ച് റൈസ്, അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ക്യാരറ്റ് വറുത്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ദമ്മ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വിളമ്പുന്നതിന് മുമ്പ് നമ്മൾ വെച്ച റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓയിലൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.